തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഇന്ന് അതിനിർണായകമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ ഇടക്കാല വിധിയാണ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. 2:30-ക്കാണ് എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പറയുന്നത്. SFIയുടെ അന്വേഷണം റദ്ദാക്കണം എന്ന ആവശ്യമാണ് എക്സാലോജിക് ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസ് SFIO അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് വാദം. അറസ്റ്റ് ഒഴിവാക്കാൻ വീണയ്ക്ക് കഴിയുമോ എന്ന ചോദ്യമാണ്. നിർണായക വിധിയാണ് 2:30-ക്ക് വരാൻ പോകുന്നത്. കർണാടക ഹൈക്കോടതിയാണ് വിധി പറയുന്നത്. ഒറ്റ ദിവസമാണ് കർണാടക ഹൈക്കോടതി ഈ കേസിൽ വാദം കേട്ടത്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യുമോ എന്ന ചോദ്യമാണ് പ്രധാനം. അറസ്റ്റ് ഒഴിവാക്കാൻ അതുവഴി വീണയ്ക്ക് കഴിയുമോ? കാരണം SFIO അന്വേഷണം സ്റ്റേ ചെയ്തില്ല എങ്കിൽ ചോദ്യം ചെയ്യലും രേഖകൾ വിളിച്ചു വരുത്തലും ഉണ്ടാകും. അതിനുശേഷം ആവശ്യമെങ്കിൽ അറസ്റ്റ് പോലും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കോടതി പരിഗണിച്ചവ 2 അന്വേഷണങ്ങൾ ഒരുമിച്ച് വേണോ എന്നുള്ള കാര്യം, SFIO അന്വേഷിക്കേണ്ട കേസാണോ ഇതെന്ന കാര്യം, രേഖകൾ നൽകാതെ എക്സാലോജിക് നിസ്സഹരിച്ചോ എന്നുള്ള കാര്യം, ആരോപിക്കുന്ന തീവ്രത കേസിനുണ്ടോ എന്നുള്ള കാര്യം. സഹാറ ഇടപാട് പോലെ SFIO അന്വേഷിച്ച ആ ഇടപാട് പോലെ അത്ര തീവ്രത ഉള്ളതല്ല CMRലുമായുള്ള ഇടപാട് എന്ന കാര്യമാണ് കോടതിയിൽ എക്സാലോജിക് വാദിച്ച പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ 2 അന്വേഷണങ്ങൾ ഒരുമിച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യവും വാദിക്കുകയുണ്ടായി. ഇതിൽപ്പോൾ കോടതി നടപടികൾ ഏത് രൂപത്തിലാകും എന്നതിൽ 2 രീതിയിലുള്ള വിലയിരുത്തൽ വരുന്നു. സ്റ്റേ കിട്ടിയാൽ വീണയ്ക്ക് ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ രേഖകൾ നൽകേണ്ടി വരില്ല. സ്റ്റേ ഇല്ലെങ്കിൽ അന്വേഷണം കടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ SFIO അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ചോദ്യം ചെയ്യലുണ്ടാകും, അറസ്റ്റും ഉണ്ടായേക്കാം. ഇതാണ് ഇന്ന് കർണാടക ഹൈക്കോടതിയുടെ വിധിയിലേക്ക് ഉറ്റുനോക്കാൻ കാരണം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഒന്നും പറയാനാവില്ല എങ്കിലും ഈ കേസിന്റെ വാദത്തിനിടെ ആദ്യ ദിവസം SFIOയ്ക്ക് കർണാടക ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അന്വേഷണം തുടരൂ എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ കടുത്ത നടപടി, അതായത് ഈ ചോദ്യം ചെയ്യൽ, അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകേണ്ട എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഈ 2 കാര്യങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വലിയ ഒരു ഉത്കണ്ഠ ഇപ്പോഴും ഉണ്ടല്ലോ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്? തീർച്ചയായും മഞ്ജുഷ, ആ ഉത്കണ്ഠയുണ്ട്. മാത്രമല്ല, കോടതി ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അനുകൂലമായാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കോടതി നിരീക്ഷണം എന്ന സൂചന ഇതുവരെ പങ്കുവച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വീണയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാവരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് നിർദ്ദേശിച്ചത്. അതേസമയം എല്ലാ രേഖകളും അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ, അതായത് SFIOയ്ക്ക് മുന്നിൽ ഹാജരാക്കണം എന്ന നിർദ്ദേശവും കോടതി നൽകിയിരിക്കുന്നു. ഇന്ന് ഇടക്കാല വിധി പ്രതീക്ഷിക്കുന്നത് 2:30-ക്കാണ്. ഈ 2:30-ക്ക് പുറത്തു വരാൻ പോകുന്ന ഇടക്കാല വിധിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒരുപക്ഷേ ഈ കോടതി SFIO അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള അന്വേഷണം സ്റ്റേ ചെയ്തില്ലെങ്കിൽ അത് തീർച്ചയായും വീണ വിജയന് തിരിച്ചടിയാണ്. കാരണം ഈ കോടതി വിധി അറിഞ്ഞതിന് ശേഷം, കർണാടക ഹൈക്കോടതി വിധി അറിഞ്ഞതിന് ശേഷം അന്വേഷണത്തിൻ്റെ ശക്തമായ ചില നീക്കങ്ങൾക്ക് ആണ് ഇനി SFIO ഒരുങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ആ നീക്കങ്ങൾ എന്ത് എന്നതാണ് പ്രസക്തമായ കാര്യം. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കേസിലൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ അറസ്റ്റ് തടഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കോടതിയിൽ ഒരു തീരുമാനം, വിധി ഉണ്ടായതിനു ശേഷം ഒരു പക്ഷേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സ്വാതന്ത്ര്യം SFIOയ്ക്ക് കിട്ടും. അതേസമയം ഇക്കാര്യത്തിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് SFIOയുടെ അന്വേഷണം പുരോഗമിക്കുന്ന ഓരോ ഘട്ടത്തിലും വലിയൊരു ഈ അഡ്വക്കേറ്റുമാരുടെ നെറ്റ്വർക്ക് പ്രവർത്തിച്ചിരുന്നു. ഉടൻ തന്നെ കോടതികളിലേക്ക് ഓടുന്നതിന് വേണ്ടിയുള്ള അത് ഓരോ രേഖകൾ വിളിച്ചു വരുത്തുന്ന സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നുവല്ലോ. KSIDCയിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് എക്സാലോജിക്കിന് രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് അയക്കുന്ന സമയത്തൊക്കെ. അങ്ങനെ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് എതിരായിട്ടാണ്, എക്സാലോജിക്കിന് എതിരായിട്ടാണ് ഒരു ഉത്തരവ് വരുന്നതെങ്കിൽ ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള നടപടികൾ ഉണ്ടാവുമല്ലോ. കാരണം SFIOയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഇതുവരെ വെച്ച് നോക്കിയാൽ വളരെ സ്പീഡുള്ളതാണ്. അവർ പെട്ടെന്ന് രേഖകൾ ആവശ്യപ്പെടുന്നു, അതുപോലെ തന്നെ റെയ്ഡ് വരുന്നു, പരിശോധനകൾ വരുന്നു, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് ഉടൻ തന്നെ കടക്കുമല്ലോ സ്വാഭാവികമായിട്ടും. മറിച്ച് SFIOയ്ക്ക് എതിരായിട്ടാണ് അന്വേഷണം വരുന്നത് എങ്കിൽ, സ്റ്റേ കിട്ടുകയാണ് എങ്കിൽ, അന്വേഷണം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മന്ദഗതിയിലേക്ക് അന്വേഷണം പോകുവാനുള്ള സാഹചര്യമല്ലേ കൂടുതലും ഉണ്ടാവുക. കാരണം ആ നടപടിക്രമങ്ങൾ കൂടുതൽ ഒരു സങ്കീർണമായി മാറും. തീർച്ചയായും ഇതിൻ്റെ നിയമ നടപടികൾ സങ്കീർണമാണ്. വേഗത്തിലുള്ള ചടുലമായ നീക്കങ്ങൾ ഇരുപക്ഷത്തു നിന്നും പ്രതീക്ഷിക്കാം. മഞ്ജുഷ, അതിനൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഈ കേസ് അത് അങ്ങേറ്റം പ്രാധാന്യം വരുന്നത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഇടപാടാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അതിന് വലിയ പ്രസക്തമായ സ്ഥാനമുണ്ട്. കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ വാദം കോടതി ശരിവെച്ചാൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം നടത്തുന്നു, മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു, അതിൻ്റെ ഭാഗമായ നീക്കങ്ങളാണ് ഇതെന്ന വാദം CPM ഒന്നുകൂടി ഉന്നയിക്കാനാവും. പക്ഷേ മറിച്ചാണെങ്കിൽ
SFIO ഒരുപക്ഷെ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പോലും കടക്കും. അങ്ങനെയെങ്കിൽ അത് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടാക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാവാം ഒരുപക്ഷെ മഞ്ജുഷ മുമ്പേ സൂചിപ്പിച്ച പോലെ വലിയ നിയമവിദഗ്ധരെ ഈ രംഗത്ത് അണിനിരത്തിക്കൊണ്ട് ചടുലമായ കോടതി നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ ഹൈക്കോടതി വിധി, കർണാടക ഹൈക്കോടതി വിധി എതിരായാൽ തീർച്ചയായും മേൽക്കോടതിയിലേക്ക്, അതായത് സുപ്രീം കോടതിയിലേക്കുള്ള നീക്കത്തിലേക്ക് തന്നെ എക്സാലോജിക് മാനേജ്മെൻറ്റ് കടക്കും. അതിൽ രാഷ്ട്രീയ തീരുമാനമുണ്ടാവാം. അതിനുമപ്പുറം അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളാണ്. നമ്മൾ ഈ KSIDCയുടെ വാദങ്ങളടക്കം കണ്ടതാണ്. ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ് കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ ഈ തലത്തിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെ വലിയ തുക മുടക്കിയ അഭിഭാഷകനെ രംഗത്തിറക്കി കളിച്ചത്. സ്വാഭാവികമായും ഈ ഹൈക്കോടതി വിധിയുടെ തീർപ്പ്, കേരള ഹൈക്കോടതി വിധിയുടെ തീർപ്പ് പോലും ഈ കേസിൽ അങ്ങേറ്റം നിർണായകമാണ്. അതുകൊണ്ട് അങ്ങേറ്റം ചടുലമായ വേഗത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഇത് ഇടവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കർണാടക ഹൈക്കോടതിയോടോ കേരള ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പാവില്ല. അത് സുപ്രീം കോടതിയിലേക്ക് നീളുന്ന നിയമ പോരാട്ടമായി തന്നെ മാറും. ശരിയാണ് സജിത്ത്. എന്തായാലും അതിനിർണായകമായ ഒരു വിധിയാണ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ വരാൻ പോകുന്നത്. ഏതാണ്ട് 2:30-3 മണിയോടുകൂടി ഈ വിധി പ്രതീക്ഷിക്കാം. എക്സാലോജിക്കാണ് ഹർജി നൽകിയിരിക്കുന്നത്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണം എന്നാണ് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന്റെ ആവശ്യം. ഇത് കർണാടക ഹൈക്കോടതി അംഗീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ SFIOയുടെ അന്വേഷണം തൽക്കാലം നിർത്തിവെക്കാൻ കഴിയും. അതല്ല, മറിച്ച് അന്വേഷണം തുടരാനാണ് കർണാടക ഹൈക്കോടതി ഉത്തരവിടുന്നത് എങ്കിൽ അത് എക്സാലോജിക്കിനും വീണ വിജയനും വളരെ ദുഷ്കരമാകും. ഉടൻ തന്നെ രേഖകൾ വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനും വേണമെങ്കിൽ അറസ്റ്റിലേക്ക് വരെ പോകാനും SFIOയ്ക്ക് കഴിയും. എന്തായാലും കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ വിധിയുണ്ടാവും കർണാടക ഹൈക്കോടതിയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്, കോൺഗ്രസിന്റെയും യൂത്ത്